ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ 3 ഫേസ് ഡി ബി വെച്ചിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് 3 ഫേസ് ഡി ബി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന പൈപ്പിങ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ജംഗ്ഷൻ ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഫേസ് ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഡി ബി കുറച്ചുകൂടി നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. അത് വി ഗാർഡിൻ്റെ ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഡി ബികളാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇൻഡക്ഷൻ പോലുള്ള കറണ്ട് കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് നന്നായിട്ട് വയറുകളെല്ലാം തന്നെ ഒതുക്കി അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ അത് കൺജസ്റ്റഡ് ആയ ഡി ബിയേക്കാൾ നല്ലത് അത്യാവശ്യം വലിപ്പമുള്ള ഡി ബി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്ത്, അതായത് കറക്റ്റ് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡി ബി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിലേക്ക് വന്നിരിക്കുന്ന പൈപ്പുകളാണ് ഈ കാണുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ എർത്ത് റോഡാണ് ഈ കാണുന്നത്. എർത്തുകൾ, അത് നമ്മൾ എല്ലാ സർക്യൂട്ടിൽ നിന്നും വന്നിരിക്കുന്ന എർത്തുകൾ നമ്മൾ അവിടെ കണക്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കാണാൻ സാധിക്കും, 2 ന്യൂട്രൽ ലിങ്ക് കൊടുത്തതാണ്. 2 ന്യൂട്രൽ ബാറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ബാറുണ്ട്, അതുപോലെ രണ്ടാമത്തെ ബാറുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കണ്ടോ, അതിൻ്റെ ഒരു ക്യാപ്പ് സിസ്റ്റമാണ്. അതായത് നമ്മൾ പരിക്കും കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യാതിരിക്കുന്നതിനും നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ജസ്റ്റ് ഈ ക്യാപ്പ് വെച്ച് അടയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് ബാറുകളാണ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ്, ന്യൂട്രലുകൾ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ ആ വഴിക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി സോളാറിൻ്റെ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ വരുന്നത് നമ്മുടെ പൈപ്പുകളാണ്. നേരെ നമ്മൾ 1 ഇഞ്ച് പൈപ്പുകളെല്ലാം തന്നെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക്, എല്ലാ റൂമുകളിലേക്കും, കിച്ചൺ, അതുപോലെ തന്നെ വർക്ക് ഏരിയ, പിന്നെ വരുന്ന വാട്ടർ ഹീറ്ററിൻ്റെ സർക്യൂട്ട്, പിന്നെ ഹാളിൻ്റെ സർക്യൂട്ട്, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് ഡി ബിയിലേക്കാണ്. ഈ ഡി ബിയിൽ നിന്ന് നേരെ പൈപ്പുകളെല്ലാം തന്നെ കൊണ്ടുവന്നത് ജംഗ്ഷൻ ബോക്സുകൾ കണ്ടോ, 4 ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ആ ഏരിയയിൽ അവിടെ വരുന്നത് ജംഗ്ഷൻ ബോക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ലൈറ്റ് പോയിൻറ്റുകൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ലൈറ്റ് പോയിൻറ്റ് നമുക്ക് അവിടെ കൊടുക്കാനും സാധിക്കും. 4 PVC ബോക്സോ അല്ലെങ്കിൽ ബോക്സിൽ ഷീറ്റ് വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ 6/4 ആണെങ്കിലും PVC ഷീറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അത് ലൈറ്റുകൾ കൊടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുറന്ന് മെയിൻ്റെനൻസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വയർ വലിക്കേണ്ട കാര്യമില്ല. കാരണം പണ്ടത്തെ ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ് നമ്മൾ ഈ 4 PVC ബോക്സ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കുകളൊക്കെ കൊടുത്ത് എല്ലാ റൂമുകളിലേക്കും, ഹാളുകളിലേക്കും, കിച്ചണിലേക്കൊക്കെ ലിങ്ക് കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് ബൾബുകൾ, ഇൻഡക്ഷൻ മൂലമുള്ള ബൾബ്, അതായത് LED ബൾബ് തെളിഞ്ഞ് കിടക്കുന്നതിന് വലിയൊരു കാരണം ഈ പറയുന്ന ടൈറ്റായിട്ട് വയർ, അതായത് ഒരു പൈപ്പിലൂടെ ടൈറ്റായിട്ട് വയർ വലിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആവശ്യാനുസരണം പൈപ്പ് നമ്മൾ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്തിടുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാക്സിമം സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഡി ബി ചില സ്ഥലങ്ങളിൽ നമുക്ക് തേപ്പ് കഴിഞ്ഞതിന് ശേഷം ഉറപ്പിക്കാം. ഇനി അതല്ല, തേപ്പിന് മുന്നേ വേണമെങ്കിലും ഉറപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ സിംഗിൾ ഫേസ് ഡി ബിയിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് മാക്സിമം 5000 വാട്ട്സാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ പ്ലഗുകൾ കാര്യങ്ങൾ, അതായത് പവർ പ്ലഗുകൾ, ഒരു AC ഒക്കെ വരുമ്പോൾ തന്നെ ഏകദേശം 5000 വാട്ട്സിന് മുകളിലേക്കായി പോകും. അപ്പോൾ നമ്മൾ പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3 ഫേസ് ഡി ബി സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നീട് നമ്മൾ AC കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് ഈ പഴയ ഡി ബി പൊളിച്ച് കളഞ്ഞതിന് ശേഷം 3 ഫേസ് ആക്കി മാറ്റുന്നതിനേക്കാൾ ബെറ്റർ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് 3 ഫേസ് ഡി ബി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നീട് നമുക്ക് കണക്ഷൻസ് വേണമെങ്കിൽ സിംഗിൾ ഫേസ് എടുത്താലും പ്രശ്നമില്ല. നമുക്ക് ആവശ്യാനുസരണം എപ്പോഴാണ് ആവശ്യം വാട്ട്സ് കൂടുതൽ വരുന്നത് അപ്പോൾ നമുക്ക് 3 ഫേസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മീറ്റർ ബോക്സും അതുപോലെ തന്നെ 3 ഫേസ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time.